ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കാൻ പോണത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ ദോശ മാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് അത് കുറച്ചിരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, സവാള, പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി കുഞ്ഞായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി മുട്ട ഞാനൊരു പാത്രത്തിലിട്ടിട്ട് പൊട്ടിച്ചൊഴിച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പിട്ടു. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മളിപ്പോൾ നന്നായിട്ട് അടിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഇടാം. ഇഞ്ചി ഇട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നെയ്യ് തേക്കാം, എണ്ണ വേണേൽ തേക്കാം. ഇനി ഇതിലേക്ക് മാവ് എടുത്ത് വയ്ക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് മുട്ട അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് മുട്ട, ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ടടിച്ചാൽ അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഒഴിച്ചെടുക്കാം. അങ്ങനെ ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിടാം. മറിച്ചിടുന്നതിന് മുമ്പ് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ മറിച്ചിട്ട് എടുത്തു. വീണ്ടും മാവെടുത്ത് ഉപ്പിട്ട മാവ് നമ്മൾ കലക്കി ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നെടുത്ത് ഒരു 2 കയ്യിലൊഴിക്കാം. എടുത്ത് വെച്ച മാവിലേക്ക് ഒരു അല്പം ആവശ്യത്തിനുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് ഇതിൽ ആവശ്യത്തിനിടാം. കൂടി വന്ന ഒരു 2 ടീസ്പൂൺ കാണും. അതുപോലെ തന്നെ ബീൻസും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. ഈ ബീൻസ് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്തതാണ്. ഇച്ചിരി ഉപ്പിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചെറുതായിട്ട് വാട്ടിയതാണ്. അതും കൂടെ ഇതിലോട്ടിടുകയാണ്. ഇനി നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതാണ്, അതും ഇതിലോട്ടിടാം. ഇനി ഒരാളും കൂടെ ഉണ്ട്. കുറച്ച് ടൊമാറ്റോ അരിഞ്ഞതാണ്, അതും ഇതിലേക്ക് ഇടുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് വെജ് ദോശ ഉണ്ടാക്കാൻ പോകണം. എല്ലാം കൂടെ ഇട്ടതാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചാൽ അത് ചിലപ്പോൾ അത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ നെയ്യ് മുകളിൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ, ജിഞ്ചർ ഓയിൽ, എള്ളെണ്ണ, അതിലോട്ട് ഞാനിപ്പോൾ മാവ് കലക്കിയത് ഒഴിക്കാൻ പോകണം. ഈ കുട്ടികൾക്ക് ബീൻസ്, ക്യാരറ്റ് കഴിക്കാൻ വയ്യാത്ത പിള്ളേർക്ക് നമുക്കിങ്ങനെ കൊടുത്താൽ അവർ കഴിക്കും. ഇതിന് വേണമെങ്കിൽ കറിവേപ്പില ഇടാം, വേണമെങ്കിൽ അല്പം മല്ലിയില അരിഞ്ഞിടാം. വേണമെങ്കിൽ മുകളിൽ മല്ലിയില ഇടാം, നിർബന്ധമില്ല. ചിലർക്ക് മല്ലിയിലയുടെ സ്വാദൊന്നും ഇഷ്ടപ്പെടില്ല ചിലർക്ക്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യൊന്ന് നമുക്ക് മൂടി വയ്ക്കാം. കാരണം ഇതിൻ്റെ അകം ഒന്ന് വേവണമല്ലോ, പച്ചക്കറി ഉള്ളതുകൊണ്ട്. നോക്കായോ ഒന്ന്.
ആയിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ നെയ്യാണ് ഇട്ടത്. ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ വരും. നമുക്ക് വീണ്ടും മാവ് വേറെ പാത്രത്തിലോട്ട് കുറച്ച് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയാണ്, 1-2 സ്പൂൺ ഇടാം. ഞാനിവിടെ 2.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനിടാം. അത് ഒരു 2 സ്പൂൺ. ഇനി നമുക്കതിലേക്ക് കുറച്ച് ജീരകം ഒന്ന് കൈകൊണ്ട് തിരുമ്മിട്ടിടാം. അതിലേക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ദോശക്കല്ലിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. നന്നായിട്ട് കലക്കണം. പഞ്ചസാര ചേരണമല്ലോ, അപ്പോൾ നന്നായിട്ട് കലക്കണം. നമുക്ക് ഒഴിച്ചെടുക്കാം. ചെറുതാക്കി കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുത്താൽ മതി. ഇതൊന്ന് അടച്ച് വയ്ക്കാം. നോക്കാം. ഇത് പിടിക്കും, കാരണം പഞ്ചസാര ഉള്ളതുകൊണ്ട് ചെറിയൊരു പിടുത്തം കാണും. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ഒഴിക്കണം അടിയിൽ. മീതേനും അതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം അല്ലെങ്കിൽ തിരിച്ചിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കുറച്ച് ഇട്ടുള്ളായിരുന്നല്ലോ നമ്മൾ. ഇനി ദോശക്കല്ലിൽ നിന്ന് വിട്ടു പോകുന്നില്ലെങ്കിൽ, ഇതിപ്പോൾ വിട്ടു പോന്നു, ചട്ടകത്തിൽ വെള്ളം മുക്കിയാൽ മതി. കുറച്ചൊരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ട് അതിൽ മുക്കണം. അപ്പം ദോശ പെട്ടെന്ന് വരും. പിന്നെ അതിൽ എണ്ണ ഇച്ചിരി കൂടുതലിട്ടാലും ദോശ പെട്ടെന്ന് വരും. പഞ്ചസാര ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എഗ് ദോശ, ഇത് വെജ് ദോശ, ഇത് സ്വീറ്റ് ദോശ. 3 തരത്തിലുള്ള ദോശയാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കറി ഉപയോഗിക്കാം. ഈ ചട്നിപ്പൊടി കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനൊന്നും ഇല്ലാതിരിക്കും. ഇതിന് വേണമെങ്കിൽ തേനോ വല്ലതും വേണമെങ്കിൽ നിർബന്ധമാണ് ഒഴിച്ച് കഴിക്കാം. അതല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ട് അത് കഴിക്കാം. ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്, ഗുണവുമാണ്. കുട്ടികൾ ഈ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളുണ്ടല്ലോ, വെജിറ്റേറിയൻസ് അല്ല നോൺ വെജിറ്റേറിയൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെയൊക്കെ ആകുമ്പോൾ അവരങ്ങ് കഴിച്ചോളും. ഇതിനകത്ത് കിടന്ന് നമുക്ക് വേണമെങ്കിൽ ബർഗറാണെന്നോ എന്തെങ്കിലുമൊക്കെ അവർ പറ്റിക്കാം. അങ്ങനെ പറഞ്ഞ് കൊടുക്കുമ്പം അവർ കഴിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം കണ്ടതിന് നന്ദി, നമസ്കാരം.